ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊങ്കാല വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ പ്രാവശ്യവും പൊങ്കാല ഇടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. തലേ ദിവസം രാത്രിയാണ് അടുപ്പിനുള്ള കല്ലും പായസം വെക്കാനുള്ള കലമൊക്കെ വാങ്ങിച്ചത്. രാത്രി ഏറെ ആയിട്ടും കലം വാങ്ങാനുള്ള തിരക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആദ്യം വാങ്ങിച്ച കലത്തിൽ വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ അത് ചോരുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റി വേറെ കലമാണ് വാങ്ങിച്ചത്. 1/2 കിലോയുടെ കലമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. കലം വാങ്ങിച്ചതിന് ശേഷം ഇളക്കാനുള്ള ചിരട്ട തവി അഥവാ ചിരട്ട കയ്യിൽ വാങ്ങിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചത് കുറച്ച് ചെറിയ തവിയായിരുന്നു, എന്നാൽ ഇപ്രാവശ്യത്തെ അത്യാവശ്യം നല്ല വലിയ തവിയാണ്. അപ്പൊ കലവും തവിയും എല്ലാം ആയി. ഇനി അടുത്തത് തോർത്താണ് വാങ്ങിക്കുന്നത്. അങ്ങനെ കലവും തവിയും തോർത്തും എല്ലാം വാങ്ങിച്ചു. സമയം ഇപ്പം ഏകദേശം രാത്രി 10 മണിയായെങ്കിലും തിരക്കിനൊരു കുറവുമില്ല. തെരളി ഉണ്ടാക്കാനുള്ള ഇല വാങ്ങിക്കാനായിട്ട് ഇവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനത് ഉണ്ടാക്കാത്തോണ്ട് എനിക്ക് ഇലയുടെ ആവശ്യമില്ല. പിന്നെ കുറച്ചു നേരം അവിടെയൊക്കെ ചുറ്റിയടിച്ച് നടന്നു. ഈ തിരക്ക് രാവിലെ വരെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ പൊങ്കാല ദിവസമായി. ഞാൻ നേരത്തെ തന്നെ എണീറ്റ് റെഡിയായി. ഈ സമയത്ത് തന്നെ റോഡിലെല്ലാവരും ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് വല്യമ്മയുടെ കടയിലാണ്. പായസത്തിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അരിയുടെ അളവ് പറഞ്ഞാൽ വല്യമ്മ കൃത്യമായിട്ട് അതിനുള്ള എല്ലാ സാധനങ്ങളും എടുത്തു തരും. കടയിൽ തിരക്കുള്ളതുകൊണ്ട് വല്യമ്മയുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി ഓരോന്നോരോന്നായിട്ട് വേഗം റെഡിയാക്കി എടുക്കണം. ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാനാണ് പോകുന്നത്. ഈ ഫ്രണ്ടിൽ നടന്നു പോകുന്നത് വേണുചേട്ടനാണ്. രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും രസവടയൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ച് നേരെ വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ പൊങ്കാലയ്ക്കുള്ള കാര്യങ്ങൾ തുടങ്ങാൻ സമയമായി. അങ്ങനെ ഞങ്ങൾ ഇത് അടുപ്പൊക്കെ വെച്ച് കലമെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇപ്രാവശ്യം പൊങ്കാല ഇടാനുള്ളത് മായ ചേച്ചിയും പിന്നെ മഞ്ജു ചേച്ചിയുടെ ആൻറ്റിയും കൂടെയാണ്. മഞ്ജു ചേച്ചി ഇപ്രാവശ്യവും പൊങ്കാല ഇടുന്നില്ല, പക്ഷെ എല്ലാം ചെയ്തു തരാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ഇതാ കലമെല്ലാം വെച്ച് ഞങ്ങൾ തീ വരാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ തീ വന്നു. സമയം രാവിലെ 9:30 ആണെങ്കിലും വെയിലിന് നല്ല ചൂടുണ്ട്. അങ്ങനെ ഇതാ ഞാൻ അടുപ്പിൽ തീ കൊടുക്കാൻ പോവുകയാണ്. കലത്തിൽ വെള്ളമൊക്കെ നേരത്തെ നിറച്ചു വെച്ചിരുന്നു. ഇതിനിടയ്ക്ക് ഇതാ ഈ വരുന്നത് സബിത ചേച്ചിയാണ്. സബിത ചേച്ചി മഞ്ജു ചേച്ചി അവിടെ സംസാരിച്ച് നിൽക്കുന്ന നേരത്ത് ഞങ്ങളിതാ ഇവിടെ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണുചേട്ടൻ്റെ കൂടെ ഈ വരുന്നത് മായ ചേച്ചിയുടെ മോനെ അബിയാണ്. 10ാം ക്ലാസ്സിലെ എക്സാം തിരക്കിനിടയിലാണ് അബി പൊങ്കാല ആഘോഷിക്കുന്നത്. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാനിതാ ശിവൻ വല്യച്ഛൻ്റെ ഈ ഒരു വരവ് മിസ്സാക്കാറില്ല. എല്ലാവരും ഇതാ തീ കത്തിപ്പിടിപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എല്ലാം കുറച്ച് നേരത്തെയാണ്. പൊങ്കാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രധാനപ്പെട്ട ഒരു ആചാരമായ വഴിപാടാണ് പൊങ്കാല. തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയാണ് ഏറ്റവും പ്രസിദ്ധം. സാധാരണയായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പൂരം നാളും പൗർണമിയും ചേർന്ന ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. ആറ്റുകാൽ ദേവിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കഥ കണ്ണകി കഥയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ പൊങ്കാല വീഡിയോയിൽ ഞാൻ ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാണാത്തവരതൊന്ന് കണ്ടു നോക്കൂ. ഈ വരുന്നതാണ് അതുല്യ, മായ ചേച്ചിയുടെ ചെറിയ മോനാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഫ്രൂട്ടിയാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നല്ല വെയിൽ തന്നെ ഉണ്ടായിരുന്നു. ശിവമല്യച്ചൻ ഇതാ സ്ലോ മോഷനിൽ വന്ന് ഫ്രൂട്ടി കുടിക്കുന്ന സീനാണ്. ഇതെന്തായാലും മിസ്സാക്കാതെ ക്യാമറയിൽ ഒപ്പിയെടുത്തു. ഈ വരുന്ന ആളെ കണ്ടിട്ടുണ്ടല്ലോ, സതിയണ്ണൻ. എല്ലാവരും ഫുൾ ബിസിയിലാണ്. മായ ചേച്ചിയുടെ വെള്ളം തിളച്ചു കഴിഞ്ഞു. മായ ചേച്ചി അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തത് എൻ്റെ വെള്ളം തിളച്ചു. ഞാനും ദേവിയെ പ്രാർത്ഥിച്ച് അരി ഇടുവാണ്. ഇനി പൊങ്കാലക്കലം തിളച്ചു വരുന്നത് വരെ കാത്തിരിക്കണം. ആ നിമിഷം വരെയും നമ്മൾ പ്രാർത്ഥനയോടെ തീ കത്തിച്ചുകൊണ്ടിരിക്കണം. ഇതിനിടയിൽ ഫ്രൂട്ടിക്ക് ശേഷം അടുത്തത് ഇതേ സംഭാരമാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതാ അരി ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് പൊങ്ങി വരാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇതാ ദേവിക്കുള്ള എൻ്റെ പൊങ്കാല നിവേദ്യം ഇവിടെ തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്കാലക്കല ഇങ്ങനെ തിളച്ച് വന്നതിന് ശേഷം മാത്രമേ തവിയിട്ട് ഇളക്കാൻ പറ്റുള്ളൂ. ഇനി പായസത്തിനുള്ള അരി നന്നായിട്ട് വേവണം. ഈ സമയത്താണെങ്കിൽ നല്ല വെയിലും അതിൻ്റെ കൂടെ തീയിൻ്റെ ചൂടും ഉണ്ട്. ഇതാ ഒരു മാമൻ ഇവിടെ നേന്ത്രപ്പഴം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയമായപ്പോഴേക്കും എൻ്റെ അരി നന്നായിട്ട് വെന്തു. ഞാനിപ്പോൾ ശർക്കരയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. മായ ചേച്ചി ശർക്കര പായസവും വെള്ളപ്പായസവും കൂടെ മണ്ടപ്പുറ്റും കൂടെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ ആരും തെരളി ഉണ്ടാക്കുന്നില്ല. ആൻറ്റി ശർക്കര പായസം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഓരോ സാഹചര്യങ്ങളിൽ ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നതാണ് അടുത്ത പ്രാവശ്യം ഇന്നത് ഉണ്ടാക്കിക്കോളാമെന്ന്. എല്ലാവരും ഇപ്പോൾ ഇതാ നിവേദ്യം ഉണ്ടാക്കുന്നതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. ഞാനിതാ പായസത്തിലോട്ട് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കരയും തേങ്ങയും എല്ലാ സാധനങ്ങളും നമ്മൾ നേരത്തെ കൂട്ടി റെഡിയാക്കി വെച്ചിരിക്കും. ഇപ്പം ഏകദേശം എല്ലാം തീരാറായി. ഞാൻ അവസാനം പഴവും നെയ്യൊക്കെ ചേർത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. പൊങ്കാല നമ്മൾ കലത്തിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല, ഇതുപോലത്തെ പാത്രങ്ങളിലും നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ഇതാ ഒരു ആൻറ്റി തെരളിയാണ് ഉണ്ടാക്കി എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാവരുടെ പൊങ്കാല കലങ്ങളും റെഡിയായി കഴിഞ്ഞു. എല്ലാവരും അടച്ചു വെച്ച് മാറിയിരിക്കുകയാണ്. ഇനി തളിക്കാൻ വരുന്നത് വരെ ഇതിങ്ങനെ വെച്ചിരിക്കും. ഇപ്രാവശ്യം 2 മണിക്കും 2:30ക്കും അകത്താണ് തളിക്കാൻ വരുന്നത്.
ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് തന്നെ ഇന്ന് ക്ഷേത്രം നേരത്തെ അടച്ച് 7 മണിക്കേ ഇനി തുറക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഉച്ചഭക്ഷണത്തിനുള്ള സമയമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം ഫ്രൈഡ് റൈസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഫുഡ് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇബിൻ ചേട്ടനാണ് എനിക്ക് ചോറെടുത്ത് തരുന്നത്. അതിനിടയിൽ ഇതാ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും കൂടെ ഇതാ വരിയായി ആറ്റുകാലമ്മയ്ക്ക് പ്രണാമവും പാടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ ഇതാ വൈകിയും ശിവാനിയും കൂടെ ചേർന്നിട്ടുണ്ട്. ഇതൊക്കെയല്ലേ ചെറുപ്പകാലത്തെ രസകരമായ ഓർമ്മകൾ. അപ്പോൾ ഇനി നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. 2 മണിയാകുമ്പോഴേക്കും ഇനി തളിക്കാനായിട്ട് വരും. അപ്പോഴേക്കും ഫുഡ് കഴിച്ച് എല്ലാം തീരണം. ഇതിൻ്റെ കൂട്ടത്തിൽ മഞ്ജു ചേച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള പനീർ റെസിപ്പിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു റെസ്റ്റും കഴിഞ്ഞപ്പോഴേക്കും 2 മണിയായി. തളിക്കാനായിട്ടുള്ള ആളുകൾ എത്തിക്കഴിഞ്ഞു. ഉണ്ടാക്കിയ പൊങ്കാല ദേവിക്ക് നിവേദിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അതും തീർന്നിരിക്കുകയാണ്. അങ്ങനെ അവർ തളിച്ചുകൊണ്ട് അങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കിയതൊക്കെ നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ എല്ലാവരും ഇതാ പൊങ്കാലയൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ അതുവരെയുള്ള എല്ലാ പരിപാടികളും തീർന്നു. അതിനുശേഷം രാത്രി ഞങ്ങൾ പിന്നെ ആറ്റുകാലിലോട്ട് ഇറങ്ങി. സമയം രാത്രി 9 മണി കഴിഞ്ഞു കേട്ടോ. കുത്തിയോട്ട വഴിപാടുകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെല്ലാവരും നടന്ന് ക്ഷീണിച്ചു കഴിഞ്ഞു. ഈ ഒരു ടെഡി ബിയേഴ്സിന്റെ സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിൻ്റെ കൂടെ സെൽഫി എടുക്കാനുള്ള തിരക്കിലാണ്. ഈ ക്യൂട്ടായ ടെഡി ബിയേഴ്സിന്റെ ഇടയിൽ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു, ഇതായി കിങ് കോങ്. ആ തിരക്കിൽ നിന്ന് നേരെ അമ്പലത്തിലോട്ട് നടന്നു. അമ്പലത്തിലോട്ട് നടക്കുന്ന വഴിയിൽ ഇതേ നിറയെ കച്ചവടക്കാരിയ്ക്കുകയാണ്. എല്ലാ കടകളിലും റോഡുകളിലും ഒരുപോലെ തിരക്ക് തന്നെ. എവിടെ ചെന്നാലും കോഴിക്കോടൻ ഹൽവ കാണാതിരിക്കില്ല. അപ്പം ഇതാ പലതരത്തിലുള്ള കോഴിക്കോടൻ ഹൽവ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇപ്പോഴും അത്യാവശ്യം തിരക്കുണ്ട്. ഈ സമയത്ത് എന്തായാലും ഞാൻ അമ്പലത്തിലൊന്നും കയറിയില്ല. വെറുതെ അതുവഴി തേരാപാര നടന്നെല്ലാം കാണാനാണ് പോയത്. ഗോസ്റ്റ് ഹൗസ് ഒക്കെ ഇതവിടെ ഫുൾ ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ ഇതാ നിറയെ പൂക്കാവടികൾ ഇരിക്കുന്നുണ്ട്. ഇത് തന്നെയല്ലേ ഗൈസ് പൂക്കാവടി? വേറെ പേരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഇനി രാത്രിയാണ് ദേവിയുടെ എഴുന്നള്ളത്ത്. ദേവി എഴുന്നള്ളുന്നത് ദാ ഈ ആനയുടെ പുറത്താണ്. ഇപ്രാവശ്യം ഞാൻ പക്ഷെ അതിന് നിൽക്കുന്നില്ല. കഴിഞ്ഞ വർഷത്തിന്റെ വീഡിയോയ്ക്കകത്ത് ദേവിയുടെ എഴുന്നള്ളത്തും എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പൊ ആനയെ നോക്കി നിന്ന ശേഷം ഇവിടെ പെറ്റ് ഷോ നടക്കുന്നുണ്ട്. അത് കാണാനാണ് അടുത്തതായിട്ട് പോകുന്നത്. കഴിഞ്ഞ തവണ പാമ്പിനെയൊക്കെ എടുത്ത് കഴുത്തിലിട്ടെങ്കിലും ഇപ്രാവശ്യം അതൊന്നുമില്ല. ചുമ്മാ നോക്കിക്കാണാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. അകത്ത് കയറിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് കുറച്ച് എലികളാണ്. പലതരത്തിലുള്ള എലികളുണ്ടായിരുന്നു. ചിലതൊക്കെ തീരെ ചെറുതും ചിലതൊക്കെ അത്യാവശ്യം വലുതുമായിരുന്നു. ഇതിന്റെ കൂടെ തൊട്ടപ്പുറത്ത് തന്നെ പലതരത്തിലുള്ള കിളികളുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതുപോലെ ഒരെണ്ണത്തിനാണ് കഴുത്തിലിട്ടത്. പിന്നെ മക്കാവിനെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള പ്രാവുകളും അതിന്റെ കൂടെ തന്നെ കുറെ കോഴികളൊക്കെ ഉണ്ടായിരുന്നു. ആകെക്കൂടെ 3-4 പൂച്ചകളാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പൂച്ചയെ വിളിച്ചുണർത്തി ശല്യം ചെയ്യാണ് ഞാനിവിടെ. അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പോയത് ഗെയിം ഷോ നടക്കുന്ന അവിടെയാണ്. എങ്കിൽ പിന്നെ ഒരു കൈ നോക്കാന്ന് ഞാനും വിചാരിച്ചു. റിങ് എറിയുന്ന ഗെയിമാണ് കേട്ടോ കളിച്ചത്. പക്ഷേ വെറുതെ പൈസ പോയത് മിച്ചം. എനിക്കൊന്നും കിട്ടിയില്ല. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വേറൊരു കിളിയെ കണ്ടു. ദാ ഈ പയ്യന്റെ കയ്യിലിരിക്കുന്നതാണ്. ഇപ്പൊ സമയം ഏകദേശം 11 മണി കഴിഞ്ഞു. ഇപ്പൊ എല്ലാം കണ്ട് തിരിച്ചു പോവാനായിട്ട് തുടങ്ങുവാണ്. കുത്തിയോട്ട വഴിപാടുകളൊന്നും ഇപ്പോഴും തീരുന്നില്ല. എല്ലാം കഴിഞ്ഞ് അവസാനമാണ് ദേവിയുടെ എഴുന്നള്ളത്ത്. അപ്പോൾ ഫ്രണ്ട്സ്, ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി ഇപ്രാവശ്യത്തെ പൊങ്കാല വിശേഷങ്ങളൊക്കെ തീരുവാണ്. ഇനി അടുത്ത കൊല്ലം വരെ കാത്തിരിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.